ഓൺലി ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ശിവാങ് ബ്രോ. സുഖാണോ അവിടെ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു ബ്രോ. നമുക്ക് FA കപ്പിന്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ബ്രോ സംഭവിച്ചത്? നിങ്ങൾ 9 ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു. മിഡ്ഫീൽഡ് ഒക്കെ ഒരു വല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എന്താണ് തോന്നിയത് കണ്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഇതുവരെ സീസൺ നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന സീസണാണ്. അതിനകത്ത് കുറേ പേർക്ക് കുറച്ച് ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ട്. അതായത് ഏലിയട്ടിന് സ്റ്റാർട്ട് കിട്ടുന്നില്ല, കോൺസയ്ക്ക് മിനിറ്റ്സ് കൊടുക്കുന്നില്ല, നമ്മൾ ലൂയിസ് ഡിയാസിനെ വിങ്ങിൽ കളിപ്പിക്കണം, ജോട്ടയാണ് ഡാർവിൻ ബെറ്റർ, ഇങ്ങനത്തെ ഒക്കെ ടേക്സ് ഇനി ആരും പറയരുത്. സിമിക്കാസിനെ ഒന്ന് കളിപ്പിക്കരുത്, അതാണ് വേണ്ടത്. സിമിക്കാസിനെ ഒന്ന് കളിപ്പിക്കരുത്. കാര്യം നമ്മൾ പറയുമ്പോൾ 9 ചേഞ്ച് വരുത്തി, അത് മുക്കാലും സബിലാണ്. കാര്യം സബിലിരിക്കുന്ന പ്ലേയേഴ്സാണ് ഒന്ന് കളിച്ചത്. ഇതിനകത്ത് ലൂയിസ് ഡിയാസ്, ജോട്ട, പിന്നെ ന്യൂനസ് സബായിട്ടാണ് ഇറങ്ങിയത്, പിന്നെ സിമിക്കാസ്, ഏലിയട്ട്, ഇവരൊക്കെ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ്. ഞാൻ നോക്കുമ്പോഴാണ് പ്ലിമത്ത് സെക്കൻഡ് ഡിവിഷനിൽ ലാസ്റ്റാണ്. എനിക്കത് കണ്ടപ്പോൾ വിഷമം വന്നു, സത്യം പറഞ്ഞ കാര്യം. ഇവരോടൊക്കെ പോയി തോക്കാന്ന് വെച്ചാൽ എന്തൊരു അവസ്ഥയാണ്. ഇവർക്ക് ഈ ഇങ്ങനത്തെ ടീമിനോട് പോലും ഈ പറഞ്ഞ പ്ലേയേഴ്സിന്, ഈ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്, ബാക്കിയൊക്കെ പിള്ളേരാണ്, ഇവർക്ക് ഈ പ്ലേയേഴ്സ് ഈ ടീമിന്റെ അടുത്ത് പോലും മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് പ്രീമിയർ ലീഗിൽ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുക? ലൂയിസ് ഡിയാസ് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം വെച്ചാൽ ഭയങ്കര മോശമാണ്. ഏലിയട്ടും അതെ. ഇത് വെറുതുകൊണ്ടാണ് ഏലിയട്ടിനെ സ്റ്റാർട്ട് ചെയ്യാത്തത് സ്ലോട്ട് പ്രീമിയർ ലീഗിൽ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ വളരെ വളരെ എനിക്കൊന്ന് ഈ സീസണിലെ ഏറ്റവും മോശം ഗെയിമാണ്. നമ്മൾ സ്ക്വാഡ് ശരിയാണ്, സ്ക്വാഡ് നമ്മൾ നല്ലോണം റൊട്ടേറ്റ് ചെയ്തു, കുറേ പേരെ വീട്ടിലിരുത്തി. അതെനിക്കൊന്ന് സ്ലോട്ടിന് ആകെ വന്നൊരു മിസ്റ്റേക്ക് അതാണ്. നമ്മൾ ഒപ്പോണന്റിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോയി, അതാണ് പറ്റിയത്. ഒന്നാമത് ഒരു ബ്രെൻഫഡിനെ അവരുടെ ഹോമിൽ തോപ്പിച്ചിട്ടാണ് പ്ലിമത്ത് വരുന്നത് FA കപ്പിൽ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവർ അത്യാവശ്യം ഒരു ടഫ് സൈഡാണ്. പിന്നെ സെക്കൻഡ് ഡിവിഷനിൽ ലാസ്റ്റ് ഒക്കെ ഇരിക്കാന്ന് പറയുമ്പോൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് അവരെന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു പ്രിക്കോഷണറി മെഷർ പോലും ഇല്ലാണ്ട് നമ്മൾ ഈ പിള്ളേരെയും കൊണ്ട് പോവുക, എന്നിട്ട് തോക്കുക. എന്താ പറയുക, കുറച്ച് ഇമ്മച്ചോറാണ് ഫ്രം സ്ലോട്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കളിച്ച എക്സ്പീരിയൻസ് ഹെഡ്സിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തന്നെ അവരുടെ ക്വാളിറ്റി അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ വിറ്റ് ഒഴിവാക്കണം സമ്മറിൽ, അതാണ് വേണ്ടത്. ബ്രോ, ഞാനൊരു വേറൊരു ടേക്ക് കേട്ടത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കമന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി അവർ പറയുന്നത്, ഇപ്പോൾ UCLന്റെ നോക്കൗട്ട് വരുന്നുണ്ട്, പ്രീമിയർ ലീഗിന്റെ ക്രൂഷ്യൽ സ്റ്റേജിലാണ് പോകുന്നത്, ഒരു ഫൈനൽ വരുന്നുണ്ട്. അവൻ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഫിക്സ്ചറാണ് വരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തെ അപേക്ഷിച്ച് കൂടുതൽ മത്സരങ്ങൾ വരുന്നു. അപ്പോൾ പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാണ്ടിന് മുമ്പോട്ട് പോകാന്ന് പറയുന്നത് റിസ്ക് ആണ്, പ്രശ്നമാണ്. അപ്പോൾ സ്ലോട്ടിന്റെ സൈഡിൽ നിന്ന് വേറെ ഓപ്ഷൻ ഇല്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ യു കുഡ് ഡു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. പക്ഷേ ആൾക്കാർ പറയുന്നത് 2 പേര് വെച്ച് എല്ലാ പൊസിഷനിലും ഉണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഈ സെക്കൻഡ് സ്ക്വാഡിനെ വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ബ്രോഡ് അഭിപ്രായത്തിൽ ജനുവരിയിൽ 1-2 സൈനിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ വല്ല ചേഞ്ചസും വരാൻ ചാൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് എക്സ്പെക്ടഡ്, ലൈക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് ബാക്ക് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്നത് ഓക്കെ ആണോ? ഞാൻ പറയില്ലേ, ഇതിനകത്ത് ഈ ഗെയിമിലും അതെ, ചാമ്പ്യൻസ് ലീഗിൽ PSVയുടെ അഗേൻസ്റ്റുള്ള ഗെയിമിലും അതെ, ഏകദേശം ഇതേ ടീമാണ് ഇറങ്ങിയത്. ഓൾമോസ്റ്റ് ഇതേ ടീമാണ്. ഇത് സെക്കൻഡ് ടീമാണ്. നമ്മുടെ ആൾക്കാർ പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടീമാണെന്നാണ്. ഈ സെക്കൻഡ് ടീമിന് ക്വാളിറ്റി ഇല്ല, അതാണ് മെയിൻ കാര്യം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു സതാംപ്ടന്റെ കൂടെയോ ഒരു ലെസ്റ്ററിന്റെ കൂടെയോ ടീമിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തോക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്, അതാണ് സംഭവം. അപ്പോൾ ഈ 2 ഫിക്സേഴ്സ് PSV കഴിഞ്ഞ 2 മുമ്പായിരുന്നു, പ്ലിമത്തിന്റെ ഗെയിം 2 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ജനുവരി ഇത് മാത്രമല്ല, ഞാൻ പറയില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡെപ്ത് ചുമ്മാ ഉണ്ടായിട്ട് കാര്യമില്ല മോഡേൺ ഫുട്ബോളിൽ. നമ്മൾ പറഞ്ഞത് കുറേ പേര് പൊസിഷനിൽ ഒരു 5-6 പേരുണ്ട്, ഒരു സ്ട്രൈക്കർ 3-4 പേര് കളിക്കാനുണ്ട്, വിങ്ങേഴ്സ് കുറേ പേരുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. ഉള്ള പൊസിഷനിൽ 2-3 പ്ലേയേഴ്സ് ഉള്ളത് ക്വാളിറ്റി പ്ലേയേഴ്സ് ആയിരിക്കണം. ഇതിപ്പോ കുറേ പേരുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, വേണ്ട സ്ഥലത്ത് ഡെപ്തും ഇല്ല. ഈ സെക്കൻഡ് ടീം ഭയങ്കര ശോകമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഒരു 5 വർഷത്തിനുള്ളിലൊക്കെ ഒരു നല്ല പ്ലെയർ ആണ് അക്കാഡമിയിൽ നിന്ന് വരുന്നത്. അല്ലാണ്ട് നമ്മൾ ബാക്കി ഈ പറയുന്ന ഇപ്പോൾ റിയോ എന്ന് പറഞ്ഞ പ്ലെയർ ചെൽസിന്ന് കൊണ്ടുവന്നു, ബാക്കി പ്ലേയേഴ്സ് നമ്മൾ മേടിക്കുകയാണ് 16 വയസ്സിലും 17 വയസ്സിലൊക്കെ അക്കാഡമിയിലോട്ട്. അല്ലാണ്ട് അക്കാഡമിയിൽ നിന്ന് ഇപ്പോൾ ട്രെൻഡ് കഴിഞ്ഞ് വളർന്നു വന്ന ഒരു പ്ലെയർ നമുക്ക് അറിയില്ല. അപ്പൊ അക്കാഡമിയിലും വലിയ നമുക്ക് സുഖമുള്ള പ്ലേയേഴ്സ് ഇല്ല, അതിൻ്റെ കൂടെ ഡെപ്തും കുറവാണ്. നമ്മൾ ഈ 17-18 വയസ്സുള്ള പിള്ളേരൊക്കെയാണ് കളിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പിള്ളേരെ മര്യാദയ്ക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന
ആ ഒരു രീതിക്കാണ് ലൂയിസ് ഡിയാസിനെ പോലത്തെ പ്ലേയേഴ്സിനൊക്കെ ഇറക്കി വിടുന്നത്. അവരും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഡെപ്ത് ഭയങ്കര മോശമാണ്. നമ്മൾ നോക്കുമ്പോൾ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, വിങ്ങേഴ്സ് നിറച്ചിട്ടുണ്ട്. അറ്റാക്കിംഗ് ഡെപ്ത് എന്ന് കുറെ പേര് പറഞ്ഞിട്ട്, അറ്റാക്കിംഗ് ഡെപ്തിൽ ആകെ മര്യാദ കളിക്കുന്നത് ഗാക്പോൺ സാലയാണ്, വേറെ ആരും കളിക്കുന്നില്ല. അപ്പോൾ ആ ഡെപ്തിൽ വലിയ കാര്യമില്ല. ജോട്ടയാണെങ്കിൽ സാധാരണ ജോട്ട FA കപ്പിലൊക്കെ വന്ന് ഭയങ്കര കളി കളിച്ചിട്ട് ഇഞ്ചോർഡ് ആയി പോകുന്നതാണ്. ഇപ്പൊ FA കപ്പിലും പുള്ളി ഒന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഇത് ഇനി 15 ദിവസത്തിൽ 5 കളിയാണ് വരുന്നത്. അതെ. എന്താവും എനിക്കറിയില്ല. പിന്നെ ആകെ FA കപ്പ് തോറ്റത് കൊണ്ട് ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സ്ചർ അങ്ങ് ഒഴിഞ്ഞു കിട്ടി, അത്രേ ഉള്ളൂ. കുറച്ച് ഫിക്സ്ചേഴ്സ് ഉള്ളത് അങ്ങ് ഒഴിഞ്ഞു കിട്ടി, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ FA കപ്പ് ഒരു മേജർ ട്രോഫിയാണ്, മേജർ ട്രോഫിയാണ് FA കപ്പ്. ഞാൻ പറഞ്ഞില്ല, അത് ജയിക്കുന്നത് ഒരു പ്രസ്റ്റീജ് ആണ് ഒരു ക്ലബിന്. അത് ആര് ജയിച്ചാൽ. അതുകൊണ്ടാണ് ടെൻഹാഗിന്റെ CV നമ്മളിപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ബാക്കി കുറച്ച് മാനേജേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ടെൻഹാഗിന്റെ CV മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. FA കപ്പ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രോഫിയാണ്. അത് ജയിക്കുന്ന ടീമിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. അപ്പോൾ FA കപ്പ് കയ്യിൽ നിന്ന് പോയത് എനിക്ക് തോന്നുന്നു കറബാവ് കപ്പിന് നമ്മൾ കോംപ്രമൈസ് ചെയ്തിരുന്ന എനിക്ക് വിഷയമില്ല. പക്ഷെ FA കപ്പ് പോയത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി എനിക്ക്. അതെ, ഇപ്പോ മെഴ്സിസൈഡ് ഡർബി നാളെ നടക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മിസ്സായിപ്പോഴുള്ള മത്സരം എവർട്ടനെതിരെ, എവർട്ടൺ പുതിയ മാനേജറൊക്കെ കൊണ്ടുവന്ന് അവര് ചെറിയൊരു മാനേജർ ബോൺസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താവെന്ന് അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഫിക്സർ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി, ന്യൂകാസിൽ ഇതുപോലുള്ള ഒരുപാട് ടീംസുമായിട്ട് കളി വരാൻ പോകുന്നുണ്ട്. കുറച്ച് ടഫായിട്ടുള്ള ഫിക്സേഴ്സ് വരുന്നുണ്ട്. ബ്രോ, ഇനി വരാൻ പോകുന്ന ഒരു 5-6 മത്സരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം എസ്പെഷ്യലി നമ്മളിപ്പോൾ എഴുതി തള്ളുന്ന ടീം ചിലപ്പോൾ റെലിഗേഷൻ ഫൈറ്റുള്ള ടീമായിരിക്കും. അവരൊക്കെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോകുക. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള അതുപോലുള്ള പെർഫോമൻസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു പോയിന്റ് വേണ്ടിയായിരിക്കും അവർ കളിക്കുന്നത്. അതുപോലത്തെ ഫിക്ചേഴ്സ് ആയിരിക്കും. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിച്ചാൽ 9 പോയിന്റ് ലീഡിലേക്ക് എത്തും. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സോണിലേക്ക് നിങ്ങൾക്ക് പോവാം. ഇവിടെ എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? ജയിക്കണം, അത്രേ ഉള്ളൂ. ഈ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ബോൺമത്ത് ഗെയിമിൽ ചെയ്തത് അത് തന്നെ എവർട്ടൺ ഗെയിമിലും ചെയ്യുക. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ ഫിക്സർ ജയിച്ചാൽ ഞാൻ പറയില്ല, അടുത്ത ഫിക്സേഴ്സ് ആണ് പ്രശ്നം. സിറ്റി ഗെയിമല്ല, സിറ്റി ഗെയിമിനെ പറ്റിയല്ല പറഞ്ഞാൽ, പ്രത്യേകിച്ച് ന്യൂകാസിൽ ഇങ്ങനത്തെ സൈറ്റ്സിന്റെ അടുത്താണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഈ ഗെയിം ജയിക്കുക, അതാണ് വേണ്ടത്. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗെയിം ഇൻ ഹാൻഡ് ആണ്, ഒരിക്കലും ഗ്യാരണ്ടീഡ് പോയിന്റ്സ് അല്ല. 3 പോയിന്റ്സ് അല്ല, കളി കഴിയുന്നവരത് ഗ്യാരണ്ടീഡ് പോയിന്റ്സ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കളി ജയിക്കുക, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സൺഡേ എന്ന് തോന്നുന്നു കളി വരുന്നത്. സൺഡേ ആരുടെ കൂടെ എനിക്കറിയില്ല, അസ്റ്റംബിലെ ആണോ എന്ന് എനിക്കറിയില്ല, ആരുടെ കൂടെ എന്നറിയില്ല സൺഡേ. അപ്പോൾ അത് എന്താവും അറിയില്ല, അത് വിലാ പാർക്കിലാന്ന് തോന്നുന്നു. അപ്പോൾ അതുണ്ട്. അപ്പോൾ 15 ദിവസത്തിൽ 5 ഫിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 2 ദിവസമൊക്കെ ഗ്യാപ്പുള്ളൂ, 3 ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഈ കളി ജയിക്കുക, 1 ഗെയിം അറ്റ് എ ടൈം എന്ന് പറയുന്നത് ഇത് ജയിക്കുക, 9 പോയിന്റ്സ് ലീഡാക്കുക. ആ ഗെയിം ഇൻ ഹാൻഡ് കയ്യിൽ നിന്ന് ഒഴിവാക്കുക. കാര്യം ഡിസംബർ മുതൽ തുടങ്ങിയതായത് നമ്മൾ ഇപ്പൊ നടത്തും എന്ന് വെച്ചിട്ട് ഇത് എപ്പോഴെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഈ ഗെയിം. ഓക്കെ ബ്രോ, അപ്പോൾ ബ്രോ ഇഞ്ചുറി കൺസേൺസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അർണോൾഡ് ഓക്കെ ആണെന്ന് പറയുന്നത് കേൾക്കുന്നു. പുള്ളി ഫുള്ളി ഫിറ്റ് ആണോ, അല്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ കാണാൻ പറ്റുമോ? എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ ബ്രോ? അർണോൾഡ് ഇന്ന് ട്രെയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു മെർസിസൈഡ് ഡർബിയിൽ എന്തായാലും കോണോ ബ്രാഡ്ലി സ്റ്റാർട്ട് ചെയ്തു. അർണോൾഡ് സ്റ്റാർട്ട് ചെയ്യില്ല. അർണോൾഡ് ബെഞ്ചിൽ നിന്ന് വരുമായിരിക്കും, അറിയില്ല. പിന്നെ ആകെ ഔട്ട് ജോ ഗോമസ് ആണ്, ബാക്കി എല്ലാവരും ഉണ്ട്, ഫുൾ സ്ക്വാഡ് ഫിറ്റ് ആണ്. അവിടെയാണ്, അതാണ് കൺസേൺ. ജോ ഗോമസ് ഇല്ലാത്തതാണ് കൺസേൺ. കൊണാട്ടയ്ക്ക് എന്തെങ്കിലും പറ്റിയ കോൺസ് ഇറങ്ങും. ശരിയാണ്. ഇപ്പോ കഴിഞ്ഞ മത്സരത്തിൽ നിങ്ങൾ ഗോൾ കീപ്പർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെലഹർ എന്താണ് ബ്രോ, ഈ സീസൺ കഴിഞ്ഞാൽ പുള്ളി നിൽക്കുവോ അല്ലെങ്കിൽ പോവോ? എന്താണ് സിറ്റുവേഷൻ? കാരണം പുള്ളിക്ക് കഴിഞ്ഞ ഒരു 8-9 മത്സരത്തിൽ ഒരു ചാൻസ് മാത്രമാണ് കിട്ടിയത്, അത് FA കപ്പിൽ. അതിനുശേഷം പുള്ളി ഇങ്ങനെ ഇരിക്കുവാണ് സൈഡിൽ. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണെന്ന് പറഞ്ഞാൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. ഇത് ക്വാളിറ്റി ഉള്ള കീപ്പർ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് തീരെ ചാൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, പുള്ളി ഈ സമ്മറിൽ പോകാൻ വല്ല ചാൻസ് ഉണ്ടോ? എന്തായാലും പോകും. പുള്ളിക്ക് ലാസ്റ്റ് സമ്മറിൽ ഓൾറെഡി പറഞ്ഞാണ് പുള്ളിക്ക് പോകണം. അപ്പോൾ എന്തായാലും പോകും. ടോപ്പ് ക്ലബ്സ്, ഇപ്പൊ കുറെ ക്ലബുകൾക്ക് ഗോൾ കീപ്പേഴ്സ് ഇല്ല, നല്ല കീപ്പേഴ്സ് ഇല്ല. ഒബ്വിയസ്ലി നല്ല ക്ലബുകൾ പുറകിൽ വരും എന്തായാലും. കാര്യം ചെൽസി തന്നെ ഉണ്ടാവും ഫ്രണ്ടിൽ, അതാണ് വേറെ കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെൽസി, ന്യൂകാസിൽ ഉണ്ടാവും. ഡുബ്രോവ്ക പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിക് പോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂകാസിലും വരും, ചെൽസിയും വരും. അപ്പൊ എന്തായാലും പോകും. ഇപ്പൊ കെലഹർ മാത്രമല്ല, കുറെ പേര് പോകും. സ്ക്വാഡിൽ നിന്ന് നിറച്ച ആൾക്കാർ പോകും. അത് പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ പോകും. ഇപ്പൊ കോൺട്രാക്ട് സിറ്റുവേഷനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാർ തന്നെ കുറെ പേര് പോകും. ലൂയിസ് ഡിയാസ് പോകും, ജോട്ട പോകും, ഡാർവിൻ ന്യൂനസ് പോകും, എലിയട്ടിനെ സെല്ല് ചെയ്യും, അത് ഉറപ്പാണ്. എലിയട്ടിനെ സെല്ല് ചെയ്യണം, അതാണ് വേണ്ടത്. എലിയട്ട് പോകും.
ഞങ്ങൾക്ക് തിരിച്ച് ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി. ഗോൾ കീപ്പേഴ്സ് പിന്നെ നമുക്കിപ്പോൾ ഒരു ലക്ഷറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആലിസൺ ഉണ്ടാവും. മാമർഡാഷ്വലി വന്നു കഴിഞ്ഞാൽ അത് വേറെ ഇഷ്യൂ ആവുമെന്നാണ് എൻ്റെ ഒരു റാംസ്ഡേൽ റായ ഇഷ്യൂ ആവുമെന്നാണ് എൻ്റെ ഒരു പേടി. കാര്യം 2 നമ്പർ 1 കീപ്പേഴ്സ് ഒരിക്കലും ഒരു ടീമിൽ നിന്ന് പോകില്ല. അത് ഒരിക്കലും നടന്നിട്ടില്ല വേൾഡ് ഫുട്ബോളിൽ. അപ്പോൾ അലിസൺ പോവോ, മാമർഡാഷ്വലി വന്നാൽ മാമർഡാഷ്വലി ബെഞ്ചിലൊന്നും ഇരിക്കില്ല. ഹൈ പ്രൊഫൈൽ കീപ്പറാണ്. എനിക്ക് തോന്നുന്നത് മാമർഡാഷ്വലി ഇപ്പം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ചെൽസി പോയി മേടിച്ചേന് വിന്ററിൽ. അതാണ് കുറേ ക്ലബുകൾക്ക് ആവശ്യമുണ്ട്. ബയൺ നോക്കിക്കൊണ്ടിരുന്ന കീപ്പറാണ്. അപ്പോൾ മാമർഡാഷ്വലി വന്നു കഴിഞ്ഞാൽ അലിസന്റെ കേസ് എന്താണെന്നറിയില്ല. നമുക്കൊരു ലക്ഷറി ആകെയുള്ള കീപ്പേഴ്സിന്റെ കേസില്ല, ആകെ 4-5 കീപ്പേഴ്സ് ഉണ്ട് അതെല്ലാം കൂടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അലിസൺ പോയി കഴിഞ്ഞാൽ കെലഹർ അല്ലെങ്കിൽ യാറോസ് തുടങ്ങി, യാറോസ് ഒക്കെ ടോപ്പ് ലെവൽ കീപ്പറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കെലഹർ പോസിബിൾ ആണെങ്കിൽ ചിലപ്പോൾ അലിസണും പോകും, പറയാൻ പറ്റില്ല. സൗദി വന്നു കഴിഞ്ഞാൽ പോകും, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ബ്രോ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരേ സമയത്ത് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്രോ ഹാപ്പിയാണോ വാൻഡൈക്കിനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ കിട്ടാന്ന് പറയുന്നത്? ഇനി ഈ അടുത്ത് നമ്മൾ ഓരോ ഡിഫൻഡർ വാങ്ങി നോക്കുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ ക്വാളിറ്റി ഉള്ള ആ ഒരു ലീഡറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നിങ്ങളെ പെർഫെക്റ്റ് സൈനിങ് ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒക്കെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 2-3 പേരുടെ പേരും കേൾക്കുന്നുണ്ട്, മോസലയുടെ പേര് കേൾക്കുന്നുണ്ട്. എന്താണ് ബ്രോ ഹാപ്പിയാണോ ഈ ഒരു പുതിയ കോൺട്രാക്ടിന്റെ ന്യൂസ്? എന്താവും അറിയില്ല. വാൻഡൈക്കും സലയും നിന്നാൽ മതി. ഇപ്പൊ ട്രെൻഡ് ഏകദേശം പോകുന്ന ഉറപ്പായി. ട്രെൻഡ് നിൽക്കില്ല, പക്ഷെ സലയും വാൻഡൈക്കും നിൽക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇവരൊന്നും. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ടോട്ടനമിന് നമുക്കറിയാം, ഹാരിക്കെയിൻ പോയതിന്റെ ആ ഗ്യാപ്പ് ആർക്കെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു പ്ലെയറെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കുറെ ക്ലബ്ബ്. സിറ്റിക്ക് ഡിബ്രോയിനെ പോയി കഴിഞ്ഞാൽ ആ ക്വാളിറ്റി റെപ്ലിക്കേറ്റ് ചെയ്യാൻ ആളില്ല അവിടെ, അത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഇതും. സല പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വേൾഡ് ഫുട്ബോളിൽ ഒരു വിങ്ങർ ഹാഫ് സീസൺ എത്തിയിട്ട് 38 ഗോൾസ് ആൻഡ് അസിസ്റ്റ് പെർ സീസൺ കൊടുക്കുന്ന ഒരു വിങ്ങർ പ്രീമിയർ ലീഗിൽ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകുതി സീസൺ ആയിട്ടുള്ളൂ, 38 ഗോൾസ് ആൻഡ് അസിസ്റ്റ് ആയി. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു വിങ്ങർ ഇനി ഉണ്ടാവില്ല പ്രീമിയർ ലീഗിൽ. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ആരോ വെച്ച് റീപ്ലേസ് ചെയ്യും? ഒരാളും ഇല്ല. വന്നു കഴിഞ്ഞാൽ എത്ര നമുക്ക് കൂടിപ്പോയ 10 ഗോൾസ് 5 അസിസ്റ്റ്, 10 കൂടിപ്പോയ 20 ഗോൾസിന് അസിസ്റ്റ് തരും. ഗ്യാപ്പ് ചിലപ്പോൾ അത്രയും തരുമായിരിക്കും. റൈറ്റിൽ കൊണ്ടുവരുന്ന ആൾ ചിലപ്പോൾ അത്രയും പോസിബിൾ എത്രയും തരുമായിരിക്കും. അത് പോരാ. എന്നാലും സലയുടെ ടാലി എത്തുന്നില്ല. സല ഒറ്റയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ടാലിയാണത്. അപ്പോ അത് വളരെ വളരെ സ്കേറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും. ലിവർപൂളിന്റെ ഡിസംബറിലാന്ന് തോന്നുന്നു, ഡിസംബറിൽ ലിവർപൂളിന്റെ 67% ഗോൾസ് അടിച്ചത് സലയാണ്. അത് സലയ്ക്ക് നല്ലതാണ്, നമ്മൾ കാണുന്ന ഫാൻസിനാണ് നല്ല കാര്യം. പക്ഷെ അത് ഫുട്ബോൾ ക്ലബ് എന്നുള്ള രീതിയിൽ ലിവർപൂളിന് അത് വളരെ മോശമാണ്. കാര്യം കൂടെയുള്ള പ്ലേയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ആഫ്റ്റർ സല എന്ന് പറഞ്ഞ പൊസിഷൻ നമ്മൾ ചിന്തിക്കണം എപ്പോഴാണെങ്കിലും. അത് സല ഇപ്പൊ കോൺട്രാക്ട് കഴിഞ്ഞ് പോകണം. ഇപ്പൊ സല 2 കൊല്ലം കഴിഞ്ഞ്, സല ഇപ്പൊ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കട്ടെ, അടുത്ത 2 കൊല്ലം പുള്ളി, 1 കൊല്ലം പുള്ളി ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പുള്ളി പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൊടുക്കാൻ ആള് വേണ്ടേ ക്ലബില്? അതില്ല. അപ്പൊ നമുക്ക് ആകെ ക്ലബ്ബ് പോസിബിളി എനിക്കൊന്ന് സല നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സല പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടെ ഇനി ഒരു ഗോൾ സ്കോറിംഗ് വിങ്ങറെ പോയി തപ്പിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടില്ല, അതില്ല. വേൾഡ് ഫുട്ബോളിൽ ഇല്ല ഒരു ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് വിങ്ങർ ഇത്രയും ഗോൾസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല, അത് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു വിങ്ങറെ കൊണ്ടുവന്നിട്ട് സ്ട്രൈക്കർ, ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കറെ കൊണ്ടുവരിക എന്നുള്ളൊരു ഓപ്ഷൻ. അതിലും ബെറ്റർ 2 പേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. വാൻഡൈക്കിനെ ആണെങ്കിലും സലേനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതാണ് ആകെ ചെയ്യാനുള്ള കാര്യം. വാൻഡൈക്ക് പോയി കഴിഞ്ഞാൽ റൈവൽസ് എല്ലാം വരും പുറകെ. ഈ വേൾഡ് ഫുട്ബോൾ ഒരു ക്ലബ്ബ് പോലും വാൻഡൈക്കിന്റെ പുറകെ വരാത്ത ഉണ്ടാവില്ല. ഇന്റർ മിലാൻ, ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, സിറ്റി വരെ വരും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനത്തെ ഒരു പ്രൊഫൈൽ പോലത്തെ പ്ലെയർ നമ്മുടെ ഇന്ന് പോകുന്ന മാത്രമല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ഒപ്പോണൻസിനെ സ്ട്രോങ്ങർ ആക്കുന്ന എന്തിനാ എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് വാൻഡൈക്കും സലയും നിൽക്കണം. കാര്യം നമുക്ക് ആളില്ല റീപ്ലേസ് ചെയ്യാൻ. നമ്മൾ എത്ര മില്യൺ മുടക്കിയാലും, 10-300 മില്യൺ മുടക്കിയാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇവര്. അപ്പോൾ അവരെത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റുമോ അത് തന്നെ ചെയ്യുക. അതാണ് വേണ്ടത്. ഡിസ്റെസ്പെക്റ്റ് ആണ്, ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആണ് ഒരു ക്ലബിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു പ്ലേയേഴ്സിനൊക്കെ ഫ്രീ ഏജന്റ് ആക്കി വിടാം. അവർക്ക് വേണ്ടത് കൊടുക്കാതിരിക്കുക. വേണ്ടതെന്ന് വെച്ചാൽ അവർ വാൻഡൈക്കൊന്നും സാലറി പോലും, വേജസ് പോലും കൂട്ടി ചോദിക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊരു ഡിസ്റെസ്പെക്റ്റ് ആണ്, എന്താണെന്നറിയില്ല. ശരിയാണ് ബ്രോ. അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാകട്ടെ ബ്രോ. അപ്പൊ ഏതായാലും നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ബ്രോ. ടേക്ക് കെയർ. ബൈ.